ഹലോ വിദ്യാർത്ഥികളെ, ഡിപ്പ് ട്രാൻസ്ഫർ 2F വഴി ഹൊറിസോണ്ടൽ പൊസിഷനിൽ 3 mm കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ ഫില്ലറ്റ് വെൽഡ് ടി എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ പരിശീലനത്തിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഡ്രോയിങ് അനുസരിച്ച് വലുപ്പത്തിൽ പ്ലേറ്റ് കഷ്ണങ്ങൾ തയ്യാറാക്കുക. ഡ്രോയിങ് അനുസരിച്ച് പ്ലേറ്റുകൾ ടി ജോയിന്റായി സജ്ജീകരിച്ച് വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിനായി ടി ജോയിന്റ് തിരശ്ചീന സ്ഥാനത്ത് സജ്ജമാക്കുക. ഉചിതമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ് നിക്ഷേപിക്കുക. വെൽഡിലും ബീഡ് രൂപത്തിലും ഉപരിതല വൈകല്യങ്ങൾ വൃത്തിയായി പരിശോധിക്കുക. ഈ ടോപ്പിക്കിൽ നിരവധി എക്യുപ്മെന്റുകളുടെ ഉപയോഗം ഉൾപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രധാന എക്യുപ്മെന്റുകൾ ഇതാ: സ്റ്റീൽ റൂൾ, ലൈറ്റർ, വയർ ബ്രഷ്, hand grinder, basted file, second cut file, tri-square, leather apron, leather hand gloves, leg guard, safety shoes, welding helmet, safety goggles, chipping hammer, welding screen, MIG welding set, carbon dioxide gas cylinder, filler wire feeder, MIG welding torch. Process: സംരക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഷിയറിംഗ് മെഷീൻ ഉപയോഗിച്ച് ഷീറ്റ് മുറിക്കുക. സ്ക്വയറിലേക്ക് ഷീറ്റിന്റെ അറ്റങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് ഫയൽ ചെയ്യുക. കാർബൺ സ്റ്റീൽ വയർ ബ്രഷും ഫയലിംഗും ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ സർഫേസ് ഡിപ്പർ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ടി രൂപത്തിൽ പ്ലേറ്റ് BL പ്ലേറ്റ് A സെറ്റ് ചെയ്യുക.
മെഷീന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ടോർച്ച് ബന്ധിപ്പിക്കുക. കറണ്ട് 90-100 ആംപിയർ. അനുബന്ധ വയർ ഫീഡിംഗ് നിരക്ക് 3 മുതൽ 4 മിനിറ്റ്. 19 മുതൽ 20 വരെ ആർക്ക് വോൾട്ടേജായി സെറ്റ് ചെയ്ത് ഡിപ്പ് ട്രാൻസ്ഫർ മോഡ് ഉപയോഗിച്ച് റൂട്ട് റൺ നിക്ഷേപിക്കുക. ടി ജോയിന്റിന്റെ രണ്ടറ്റത്തും ടാക്ക് വെൽഡ് മിനിറ്റ് 10 mm നീളം. കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലേറ്റുകളുടെ സർഫേസ്. .8 mm ഡയമീറ്റർ ഉപയോഗിച്ച് ടി ജോയിന്റ് വെൽഡ് ചെയ്യുക. മൈൽഡ് സ്റ്റീൽ ഫില്ലർ വയർ. ലെഗ് ലെങ്ത്തും പ്ലേറ്റുകളുടെ സമന്വയവും ഉറപ്പാക്കുക. അണ്ടർകട്ട് ഒഴിവാക്കുക. അമിതമായ വീവിംഗ് കാരണം പ്ലേറ്റിന്റെ എഡ്ജുകൾ ഉരുകിയിട്ടില്ലെന്ന് ഉറപ്പാക്കുക. പ്ലേറ്റിലെ ലാപ്പ് വെൽഡിന്റെ മറ്റേ ലെഗ് ടോയിന് അണ്ടർകട്ട് ഇല്ലെന്ന് ഉറപ്പാക്കുക. വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. അണ്ടർകട്ട്, പൊറോസിറ്റി, അസമമായ ബീഡ് രൂപീകരണം, പ്ലേറ്റിന്റെ എഡ്ജുകൾ മെൽറ്റഡ് ഓഫ്, ഡിസ്റ്റോർഷൻ, നല്ല ബീഡ് പ്രൊഫൈൽ എന്നിവയ്ക്കായി വെൽഡ് ചെയ്ത ജോയിന്റ് ചെക്ക് ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് പ്ലേറ്റ് കഷ്ണങ്ങൾ തയ്യാറാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് പ്ലേറ്റുകൾ ടി ജോയിന്റായി ക്രമീകരിക്കുക. വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിനായി ടി ജോയിന്റ് തിരശ്ചീന സ്ഥാനത്ത് സജ്ജമാക്കുക. ഉചിതമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ് നിക്ഷേപിക്കുക എന്നിവയാണ് വിഷയം. വെൽഡ്, ബീഡ് രൂപത്തിലുള്ള ഉപരിതല വൈകല്യങ്ങൾ വൃത്തിയാക്കി പരിശോധിക്കുക. എല്ലാ ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.